NDPS എന്ന് പറയുന്നത് വളരെ കടുത്ത ശിക്ഷ അവാർഡ് ചെയ്യുന്നൊരു നിയമമാണ്. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർ വലിയ ധാരണ ഒന്നുമില്ലാത്ത നമ്മുടെ ചെറുപ്പക്കാർ വെറുതെ ചെന്ന് കയറി കൊടുക്കുക. അത് ഉപയോഗിക്കുന്നവരും വിൽപ്പന നടത്തുന്നവരും സംഭരിച്ചു വെക്കുന്നവരും ഒക്കെ. എന്നാൽ ഇതൊന്നും അറിയാതെ മയക്കുമരുന്ന് ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ലാത്ത പലരും ഈ കേസിൽ വന്ന് പെട്ടുപോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ NDPS ആക്ടിലെ സെക്ഷൻ 25 എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ആരെങ്കിലും തൻ്റെ ഉടമസ്ഥതയിലുള്ളതോ വാടകയ്ക്ക് താമസിച്ചു വരുന്നതോ അല്ലെങ്കിൽ തൻ്റെ പൊസഷനിലിരിക്കുന്നതോ അല്ലെങ്കിൽ തനിക്ക് കൺട്രോൾ ഉള്ളതോ അല്ലെങ്കിൽ താൻ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചു വരുന്നതായിട്ടുള്ള ഒരു വീടോ ഒരു മുറിയോ ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു പ്ലേസോ അല്ലെങ്കിൽ ഒരു വാഹനമോ അല്ലെങ്കിൽ ഒരു മൃഗത്തിനെയോ എന്തിനൊരു ബാഗ് ഒരു എൻക്ലോഷർ ഇതിലേതെങ്കിലും അറിഞ്ഞുകൊണ്ട് ഈ ഇടപാട് നടത്തുന്ന ഒരു കൂട്ടുകാരനോ ഒരു പരിചയക്കാരനോ കൊടുത്തു വിട്ടാൽ അവൻ പോയി എവിടെയെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ അസിസ്റ്റൻസ് കൊടുത്ത ആൾക്ക് കിട്ടുന്ന ശിക്ഷ ഏറ്റവും കുറഞ്ഞത് 10 വർഷമാണ്. ഒരുപക്ഷെ പോയി പെട്ടവൻ അവൻ്റെ കയ്യിലുള്ള ഒരു സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരുപക്ഷെ അവന് 1 വർഷം വരെ ആകാവുന്ന ശിക്ഷ കിട്ടും. പക്ഷെ ഇത് ചെയ്തവന് കിട്ടുന്ന പണി 10 വർഷം. ഇതൊരു NDPS ആക്ടിലെ ഒരു വലിയ തമാശയാണ്. അതുകൊണ്ട് ഇമാതിരി ടെൻഡൻസി ഉള്ള ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഏതെങ്കിലും പരിചയക്കാരൻ വന്നിട്ട് മോനെ ആ ബൈക്കൊന്ന് തന്നെ ഞാനിപ്പോൾ വരാം, അല്ലെങ്കിൽ എടാ നിൻ്റെ ആ ബാഗ് ഒന്ന് തന്നെ ഞാൻ വൈകിട്ട് തരാം, അല്ലെങ്കിൽ എടാ നിൻ്റെ പൂട്ടിയിട്ടിരിക്കുന്ന വീടിൻ്റെ കീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ റിഹേഴ്സൽ നടത്താൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ പൊസിഷനിലുള്ള എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇമാതിരി പ്രവൃത്തി ചെയ്തിട്ട് കുടുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടുന്നത് നിങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടുന്നത്. സോ അവെയർ ഓഫ് സെക്ഷൻ 25 NDPS ആക്ട്.